ആലത്തൂർ സിവിൽ സ്റ്റേഷനിൽ പൊതുശുചീകരണത്തിന്റെ തുടക്കമായി ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സും ആലത്തൂർ സിവിൽ സ്റ്റേഷനിലെ ഓഫീസ് ജീവനക്കാരും ചേർന്ന് ശുചീകരണം നടത്തി. പൂച്ചട്ടികൾ വെച്ച് സിവിൽ സ്റ്റേഷൻ സൗന്ദര്യവൽക്കരിച്ചു. പരിസരത്ത് ശുചിത്വ ബോർഡുകൾ സ്ഥാപിച്ചു. മാസ് ക്ലീനിംഗ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ജില്ലാ അസോസിയേഷൻ പ്രസിഡന്റ് കെ.ഡി. പ്രസേനൻ എം.എൽ.എ ഉദ്ഘാടനം ചെയ്തു. ആലത്തൂർ ലോക്കൽ അസോസിയേഷൻ ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ വൃത്തിയായി നിർവഹിക്കുന്ന ഒരു ലോക്കൽ അസോസിയേഷനാണ്. ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിയായി ചുറ്റിയോടുകൂടി നടപ്പാക്കുക എന്നതിലാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഈ ലോക്കൽ അസോസിയേഷൻ്റെ പ്രവൃത്തികളുടെ അംഗീകാരം എന്ന നിലയ്ക്ക് കൂടിയാണ് മറ്റെവിടെയും ലഭിക്കാത്ത ഒരു സൗകര്യം ഈ ഒരു ആസ്ഥാന സൗകര്യം ഈ മിനി സിവിൽ സ്റ്റേഷനുകളിൽ ഒരുക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം നമ്മുടെ കൂടെ നിൽക്കുന്നു, ഗവൺമെൻറ് നമ്മളോടൊപ്പം നിൽക്കുന്നു, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി സമൂഹം അംഗീകരിക്കുന്നു. അതിൻ്റെ ഭാഗമായി നമ്മൾ ഈ ആസ്ഥാനത്തിൻ്റെ ഒരു ഭാഗമായി. അപ്പോൾ സ്വാഭാവികമായും ഒന്ന് തന്നെ ഈ ആസ്ഥാന മന്ദിരത്തിൻ്റെ ഉദ്ഘാടന സമയത്ത് ഗോപമാഷം സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ ഭാരവാഹികൾ അന്ന് ഈ പൊതുസമൂഹത്തോട് കൊടുത്തൊരു ഉറപ്പുണ്ട്. ആ ഉറപ്പിലൊന്ന് ഇത് തന്നെയായിരുന്നു. ഈ മിനി സിവിൽ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നിരവധിയായ സർക്കാർ ഓഫീസുകളുടെ ആയിരക്കണക്കിന് വരുന്ന ജനങ്ങളുടെ നിത്യ സന്ദർശന കേന്ദ്രമായി മാറുകയാണ്. ഉപജില്ലയിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നും 100ഓളം സ്കൗട്ട് ഗൈഡുകളും വിവിധ ഓഫീസുകളിലെ ശുചീകരണ ജീവനക്കാരും പങ്കാളികളായി. 6 നിലയിലെയും പൊടിപടലങ്ങൾ നീക്കി വരാന്തകൾ, ഗോവണിപ്പടികൾ എന്നിവ ശുചീകരിച്ചു. ആലത്തൂർ തഹസിൽദാർ കെ. ശരവണൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ലോക്കൽ അസോസിയേഷൻ പ്രസിഡന്റ് പി.എം. നൂർ മുഹമ്മദ് സ്വാഗതവും കിഫ്ബി തഹസിൽദാർ ഷർമിള ദാസ് നന്ദിയും പറഞ്ഞു. മുൻ ജില്ലാ ഓർഗനൈസിംഗ് കമ്മീഷണർ സി. ഗോപകുമാർ, കബ്സ് ജില്ലാ കമ്മീഷണർ സി. സുഹാസ്, ജില്ലാ ഓർഗനൈസിംഗ് കമ്മീഷണർ എസ്. സതി, ഡിനു കെ. ജോർജ്, അന്നമ്മ, പി.എസ്. സ്മിത, വിക്രമൻ, ബി. ഗീത, രമ്യ, സ്നേഹ വർഗീസ് എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.